കെ ശൈലജ CPM-ന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവാണ്. അപ്പോൾ കെ ശൈലജയ്ക്ക് മത്സരിക്കാൻ പേരാവൂർ എന്ന മണ്ഡലമാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. പേരാവൂർ UDF-ന്റെ ഉറച്ച കോട്ടയാണ്. അങ്ങനെയില്ലാത്ത സന്ദർഭങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാം. പക്ഷേ കഴിഞ്ഞ 3 തവണയായി അവിടെ കോൺഗ്രസ് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് UDF-ൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കാൻ ഒരു വനിതാ നേതാവിനെ നിയോഗിക്കുക, അപ്പുറത്ത് നല്ല ഉറച്ച മണ്ഡലങ്ങളിൽ മുതിർന്ന പുരുഷ നേതാക്കൾ മത്സരിക്കുക, അതൊരു സ്ത്രീവിരുദ്ധമായ തീരുമാനമല്ലേ സാർ? ഒരിക്കലുമല്ല. ഇപ്പോൾ CPIM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയത്ത് പലപ്പോഴും സീറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി ആളുകളെ വിടാറുണ്ട്. അതിന് അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ ആദ്യമായി ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 2006-ലാണ്. ഞാനവിടെ മത്സരിച്ചത് കുണ്ടറ മണ്ഡലത്തിലാണ് മത്സരിച്ചത്. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ആരാ? തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും മന്ത്രിയായിരിക്കുന്ന ശ്രീ കടവൂർ ശിവദാസനാണ്. UDF ഗവൺമെന്റിലെ മന്ത്രിയായി പ്രവർത്തിക്കുന്ന പരിണിതപ്രജ്ഞനായ ശ്രീ കടവൂർ ശിവദാസൻ ജയിച്ചു നിൽക്കുന്ന കുണ്ടറ മണ്ഡലത്തിലാണ്. അന്ന് ഞാൻ പിന്നെ വലിയ ആളൊന്നുമല്ല, ബേബിയാണ്. പക്ഷേ CPM-ന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. സഖാവ് ശൈലജ ഞങ്ങളുടെ അഭിമാനമായിട്ടുള്ള നേതാവ്. കേരളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള CPIM-ന്റെ നേതാക്കന്മാരിൽ ഒരാളാണ് ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ ആദ്യം മത്സരിക്കുന്നത് ഇവിടെ കൂത്തുപറമ്പിലാണ്. ആ കൂത്തുപറമ്പ് സീറ്റ് സഖാവ് ശൈലജയ്ക്ക് മത്സരിക്കാൻ ആരാ ഒഴിഞ്ഞു കൊടുക്കുന്നത്? പിണറായി വിജയൻ, CPM-ന്റെ സമുന്നത നേതാവ്. അന്നും സഖാവ് പിണറായി വിജയൻ കൂത്തുപറമ്പിൽ സഖാവ് ശൈലജ ടീച്ചർക്ക് മത്സരിക്കാൻ വേണ്ടി ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കൂത്തുപറമ്പിൽ നിന്നാണ് ആദ്യം സഖാവ് ശൈലജ ജയിക്കുന്നത്. പിന്നെ പേരാവൂരിൽ മത്സരിക്കുന്നു, അവിടെ ജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വ്യക്തികളല്ല ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നത്, പാർട്ടിയും മുന്നണിയുമാണ്. അപ്പോൾ പാർട്ടിക്കും മുന്നണിക്കും വേണ്ടി എവിടെ പോയി മത്സരിക്കാനും ഞങ്ങൾ തയ്യാറാവും. അവിടെ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യും. ജനങ്ങളുടെ വിധിയാണ് ഇതിനകത്ത് പ്രശ്നം. ശൈലജയുടെ കാര്യത്തിൽ യാതൊരു അവഗണനയും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല.